ശക്തമായ കാറ്റിന് സാധ്യത, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക് തുടരുന്നു. ഒരു മാസത്തിൽ എങ്ങനെ വെച്ചാൽ അവർ ഒരാഴ്ച 1.5 ആഴ്ച ഒരു 8 ദിവസം 10 ദിവസം വിലക്ക് വയ്ക്കും. കാറ്റ് വരുന്നു, മഴ വരുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിലക്ക് വയ്ക്കും. നമ്മളിന്ന് പണിക്ക് പോയില്ലെങ്കിൽ നമുക്ക് ആരാണ് തരുന്നത്? തിരയെ ഭേദിച്ച് ഉപജീവനത്തിന് പോകുന്നവരാണ് കേരളത്തിൻ്റെ സൈന്യം. പക്ഷേ മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശമാണ്. മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ പരിതാപകരവും. ഫിഷറീസ് വഴി അവർ പറയും, പിന്നെ പള്ളിയിൽ അറിയിക്കും, നമ്മുടെ ചർച്ചിലൊക്കെ അറിയിക്കും, അവർ അലോട്ട്മെൻറ്റ് ചെയ്യും, ഇവർ പോലീസുകാർ ഒന്ന് അലോട്ട്മെൻറ്റ് ചെയ്യും പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഒരു 7-8 ദിവസം പണിക്ക് പോകാമായിരുന്നു. നമ്മൾ നോക്കുന്നവരാണ്. ഈ പണ്ട് നമ്മളുടെ ഓർമ്മയ്ക്ക് പറയും പ്രീ റേഷൻ എന്നൊക്കെ പറയും. സർക്കാരിൽ നിന്ന് ഒരു 10 കിലോ അരി, പിന്നെ അതിൻ്റെ ചില സാധനങ്ങളൊക്കെ കൊടുക്കും, പയർ കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇപ്പോൾ ഈ വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ഒരു സാധനം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി എങ്ങനെയാണ് ജീവിക്കുമെന്ന് പറഞ്ഞ് നമുക്കേ അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് ഇവർ വിലക്ക് വച്ചാലും നമ്മൾ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യലഭ്യത കൂടി കുറഞ്ഞതോടെ തീരത്ത് വറുതിയുടെ ആശങ്ക ഒഴിയുന്നില്ല. ഇത് നമ്മൾ പിന്നെയും കടമൊക്കെ വാങ്ങിച്ച് നമ്മൾ ചെയ്യുന്നത് മത്സ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ അതും കിട്ടിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ദുരിതത്തിലേക്ക് പോവുകയാണ് വീണ്ടും. എൻ്റെ ഓർമ്മയിൽ ഞാൻ കടലിൽ പോയ അന്ന് മുതൽ ഇതുപോലെ ഈ വർഷം ഈ 3 മാസം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നതും കഷ്ടപ്പെട്ടതും ഒരു കാലത്തും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. മത്സ്യം ഇല്ലാതെയും നമ്മൾ ഈ ഇവരുടെ വിലക്ക്, ഗവൺമെൻറ് വിലക്ക് കാരണം നമ്മൾ മുകളിലിരുന്നും കോളാറ് കൂടുതലാണ് ഈ വർഷം. കാറ്റും കാറും ഒഴിയുന്നതും കാത്ത് മത്സ്യത്തൊഴിലാളികളും അവരുടെ ഈ വള്ളങ്ങളും തീരത്തുണ്ട്. പുതിയ അറിയിപ്പുകൾക്ക് കാതോർത്ത്. സുജിത് എം എസിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.